ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു സംഘം ആളുകൾ വരിക. പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരു പ്രദേശത്ത് നിന്ന് ഒരു സംഘം ആളുകൾ അമീറുൽ മുഅ്മിനീൻ്റെ അടുക്കൽ വന്ന് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ട്. അന്നേരം ആ ആളുകളോട് എന്താണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, എല്ലാവരും സുഖമായിരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും വളരെ കാര്യമായി തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട്, വളരെ ധൃതിയിൽ തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട് എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. വളരെ ധൃതിയിൽ തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് കേട്ട ഉടനെ തന്നെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ധൃതിയിൽ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന്. ആ പുതുതായി ഇസ്ലാം സ്വീകരിച്ചു വന്ന ആ ആളുകളോട് ഇങ്ങനെ ധൃതിയിൽ ഖുർആൻ പഠിക്കുന്നത് ശരിയല്ല, അത് പാടില്ല എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആ സദസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ആദ്യത്തെ അനുഭവ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അത്രമാത്രം പാണ്ഡിത്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ ഫിഖ്ഹ് നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അന്ന് സ്വഹാബികൾക്കിടയിൽ തന്നെ വലിയ സ്ഥാനമുള്ള, എന്തിനേറെ ഉമർ റളിയല്ലാഹു അൻഹു വരെ വലിയ സ്ഥാനം കൊടുക്കുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് 13 വയസ്സാണ് പ്രായം. ആ 13 വയസ്സുള്ള ആ സ്വഹാബിയെ എന്തിനാണ് ഇത്രയും പരിഗണിക്കുന്നത് എന്ന്, അതായത് ചെറിയ കുട്ടിയാണ്, 2.5 വർഷമാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഏതാണ്ട് 2.5 വർഷമാണ് അദ്ദേഹം ഭരണം നിർവഹിച്ചത്. അത് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വന്നപ്പോൾ എല്ലാ സദസ്സുകളിലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ആ പ്രായം ആലോചിച്ച് നോക്കിയേ, 15 വയസ്സ് കഴിഞ്ഞ 16-17 വയസ്സുകളിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവർക്ക് എന്തിന് ഇത്രയും സ്ഥാനം കൊടുക്കുന്നത് എന്ന് പല ആളുകൾക്കും ആക്ഷേപമുണ്ടായിരുന്നു. ആ ആക്ഷേപം ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് വളരെ വലിയ ഗൗരവമുള്ള സ്ഥാനമർഹിക്കുന്ന പ്രായമുള്ള സ്വഹാബികളുണ്ട്. ആ ആളുകളെയൊക്കെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, ആ അധ്യായം അവതരിച്ച സമയത്ത് എന്താ നിങ്ങൾക്കൊക്കെ മനസ്സിലായത് എന്ന്. ഓരോ സ്വഹാബത്തും അവിടെയുള്ള മുതിർന്ന സ്വഹാബികളൊക്കെ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥം എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൽ നിന്ന് സഹായം വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെല്ലണം, ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ഇതൊക്കെയാണ് അതിൻ്റെ പ്രകടമായിട്ടുള്ള ആശയം. അത് എന്താണോ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥം അതെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ കുട്ടിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ അതിൽ മനസ്സിലാക്കിയത് എന്ന്. അന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന അധ്യായമാണ് അത് എന്നാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഖ്ഹ്. ആ സംഭവം സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത് ചോദിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അത്രയും സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ കിട്ടിയ ഒരു സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ ആ സദസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഇണയോട് പറഞ്ഞു, എനിക്കൊന്ന് കെടുക്കണം, എന്നെ തനിച്ചു വിടൂ. എന്നിട്ട് അദ്ദേഹം തനിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ വന്നുകൊണ്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ താങ്കളെ വന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന്. അന്നേരം അദ്ദേഹം വേഗം പൊടുന്നനെ എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ധൃതിയിൽ ഓടിപ്പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ നിൽക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ നിൽക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അവിടുന്ന് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കാം, എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് പുറത്തു തരണമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അതല്ല കാര്യം, ഖുർആൻ ധൃതിയിൽ പഠിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, ഖുർആൻ ധൃതിയിൽ പഠിച്ചാലുള്ള കുഴപ്പമെന്താണ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്, അത് പറയൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക. അന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ മത്താ യതസാറഉ ഹാദിഹിൽ മുസാറഅ യഹ്തഖു. അവർ ധൃതി കാണിക്കുമ്പോൾ ഓരോ ആളുകളും പറയും, ഹക്ക് എൻ്റെ കയ്യിലാണ്, ഹക്ക് എൻ്റെ കയ്യിലാണ്. ഓരോ ആളുകളും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പറയും, ഹക്ക് എൻ്റെ കയ്യിലാണ്, ഞാൻ പറഞ്ഞതാണ് ഹക്ക്, ഇതാണ് ശരിയായിട്ടുള്ളത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങും. ഹക്ക് എൻ്റെ കയ്യിലാണ് എന്ന് ഓരോ ആളുകളും പറയുമ്പോൾ അവർ തർക്കിക്കാൻ തുടങ്ങും. പിന്നെ രണ്ടു കൂട്ടരും തമ്മിൽ ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങും ആ വിഷയത്തിൽ.
വമത്താ യഖ്തസിമു യഖ്തലിഫു. അവർ പരസ്പരം തർക്കിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഭിന്നതയുണ്ടാകും. പിന്നെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും ഇതിന്റെ കാരണത്തിൽ. വമത്താ മാ യഖ്തലിഫു യഖ്തതിലു. അവർക്കിടയിൽ ഭിന്നതയുണ്ടായിക്കഴിഞ്ഞാൽ അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങുമെന്നാണ് പിന്നെ മുസ്ലിം സമുദായം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളുടെ ഇടയിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളും ഭിന്നതകളുമൊക്കെ രൂക്ഷമാകാൻ കാരണമെന്താണ്? അതിൻ്റെ അടിസ്ഥാന കാരണമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു എന്ന്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് നിങ്ങൾ വെളിപ്പെടുത്തിയത് എന്ന്. നോക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ അതേ ആശയത്തിലാണ് നിലകൊള്ളുന്നത് എന്നർത്ഥം. എത്ര ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ചിന്തിച്ചു നോക്കി. ഖുർആൻ ധൃതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പറയണത്. ഹക്ക് ഞങ്ങളെ കയ്യിലാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയും, എന്നിട്ട് അതിൻ്റെ മേൽ തർക്കിക്കും, അതിൻ്റെ മേൽ ഭിന്നത വരും. അങ്ങനെ മുസ്ലിം സമുദായം ഭിന്നിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം പോരടിക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ധൃതിയിൽ ഖുർആൻ പഠിക്കുന്നതാണ് പ്രശ്നം. ഖുർആൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്.